കാസർഗോഡ് പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ ബി.ജെ.പി. നടത്തിയ അവിശ്വാസ നീക്കം പരാജയപ്പെട്ടു. കോൺഗ്രസ് അംഗം ബി.ജെ.പിയുടെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ മുസ്ലിം ലീഗ് അംഗങ്ങൾ CPIM-ന് വോട്ട് ചെയ്തു. കാസർഗോഡ് പൈവളികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തിക്കെതിരെ ബി.ജെ.പി. കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പരാജയപ്പെട്ടത്. 9-നെതിരെ 10 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം തള്ളിയത്. LDF 8, ബി.ജെ.പി. 8, മുസ്ലിം ലീഗ് 2, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. ഏക കോൺഗ്രസ് അംഗമായ അവിനാഷ് മച്ചാദോ ബി.ജെ.പിയുടെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. മുസ്ലിം ലീഗിന്റെ 2 അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. ഏക കോൺഗ്രസ് പ്രതിനിധി അവിനാഷ് മച്ചാഡോ ബി.ജെ.പിന്റെ കൂടെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് ഒരു വോട്ട് ചെയ്യുന്ന ഏറ്റവും നാണം കെട്ട ആ വാർഡിലെ ജനത ബി.ജെ.പിക്കെതിരായി വോട്ട് നൽകി വിജയിപ്പിച്ച ആ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ബി.ജെ.പിന്റെ കൂടാരത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥയെ പഞ്ചായത്ത് തലത്തിലേക്കും കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നറുക്കെടുപ്പിലൂടെയാണ് പൈവളികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDF-ന് ലഭിച്ചത്. ബി.ജെ.പിക്കാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം. കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രചാരണ രംഗത്ത് സജീവമായുള്ള അവിനാഷ് മച്ചാദോയാണ് ബി.ജെ.പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെ പൈവളികയിലെ ബി.ജെ.പി. കോൺഗ്രസ് കൂട്ടുകെട്ട് വലിയ ചർച്ചയാവുകയാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.